രക്തോട്ടം നഷ്ടപ്പെടാതെ തിരിച്ച് മൂക്കിൽ കൊണ്ടുവച്ച് മൂക്കിന്റെ ദ്വാരത്തിന് വേണ്ടി 2 ട്യൂബൊക്കെ ഫിറ്റ് ചെയ്ത് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിള് ഈ പറഞ്ഞ ജെന്റിൽമാനിൽ നിന്നും അദ്ദേഹം റീറൈറ്റ് ചെയ്ത് ന്യൂ ഇംഗ്ലണ്ട് ജേണലിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇതൊക്കെ ഇതിൽ തർക്കമറ്റ വസ്തുതയാണ്. ഞാൻ പറഞ്ഞു ഇത് എത്ര പേർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ പേര് ഹിന്ദു മെത്തേഡ് ഓഫ് നേസൽ റീകൺസ്ട്രക്ഷൻ. അന്ന് ഇന്ത്യ എന്ന വാക്കില്ല, 1700-കളിലാണ്. അതിനെ അദ്ദേഹം പോപ്പുലറൈസ് ചെയ്ത് ഫോർഹെഡ് ഫ്ലാപ്പ് റൈനോപ്ലാസ്റ്റി എന്നാണ് അതിനെ പറയുന്നത്. ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ശസ്ത്രക്രിയ. അത് എവിടെ നിന്നുണ്ടായി? നമ്മൾ വളരെ ഈസിയായി ചവറ് പോലെ ഒരു കൊച്ചു വർണ്ണാശ്രമം പോലെയുള്ള ആശ്രമത്തിൽ ഇരുന്ന് ആശാൻ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് നമ്മൾ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പ്ലാസ്റ്റിക് സർജറി. ഇതുപോലെ എത്ര കാര്യങ്ങൾ നമുക്കുണ്ട്. ഇന്ത്യ വാസ് എ സെന്റർ ഓഫ് ലേണിംഗ്. ഇന്നലെയാണ് നമ്മൾ നളന്ദ സർവ